തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ തലയാരെന്നറിയാനുള്ള വലിയ ആകാംക്ഷയുണ്ട്. ഏറ്റവും കൂടുതൽ, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. KS ശബരിനാഥനെ പോലെ ശബരിനാഥനെ നേരത്തെ ഇറങ്ങി ഒരു മുഴം മുന്നേ ഇറങ്ങിയിട്ടുണ്ട് UDF. ഇവിടെ BJP-യിലേക്ക് വന്നാൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന്റെ മനസ്സ്, ആർക്കൊപ്പമാണെന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതുവരെയുള്ള പോളിംഗ് എങ്ങനെയാണ് അമൽ? പോളിംഗ് മികച്ച രീതിയിലാണ് ഇപ്പോഴും തുടരുന്നത്. രാവിലെ മുതൽ തന്നെ നഗരമേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുമെല്ലാം ഒരുപോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഞാനുള്ളത് ഉള്ളൂരാണ്. ഉള്ളൂരിലൊക്കെ ഈ ഉച്ച സമയത്തോട് അടുപ്പിച്ച് തിരക്കിന് ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ആളുകൾ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. കാര്യമായ പ്രശ്നമില്ലാതെയാണ് ഇതുവരെയും വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വഞ്ചിയൂരിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നതൊഴിച്ചാൽ മറ്റിടങ്ങളിൽ അങ്ങനെ കാര്യമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. വഞ്ചിയൂരിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരെ തടയുന്നതടക്കമുള്ള ചില സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരട്ട വോട്ട് സംബന്ധിച്ച ചില പരാതികളും മറ്റുമൊക്കെ അവിടെ ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകുന്നേരത്തോടടുക്കുമ്പോൾ മികച്ച ഒരു പോളിംഗ് തന്നെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2020 കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു പോരാട്ടമല്ല. BJP LDF പോരാട്ടം എന്നുള്ളൊരു നിലയിലേക്ക് കഴിഞ്ഞ തവണ കാര്യം പോയിരുന്നുവെങ്കിൽ ഇത്തവണ അതല്ല ചിത്രം. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും അതുതന്നെയാണ് സ്ഥിതി. ഈ തീരദേശ മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിൽ നേർക്കുനേരൊരു മത്സരം എന്നത് മാറ്റി നിർത്തിയാൽ നഗരത്തിലേക്ക് എത്തുമ്പോൾ മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. അതിൻ്റെ ഒരു വീറും വാശിയും തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. കൊട്ടിക്കലാശത്തിലടക്കം അത് ആവർത്തിക്കുകയും ചെയ്തു. ഇതിപ്പോൾ മൂന്ന് മുന്നണികളും വി ശിവൻകുട്ടി അടക്കം ബിജോയി അടക്കമുള്ള നേതാക്കന്മാരെ മുൻനിർത്തിയായിരുന്നു LDF-ന്റെ പ്രചരണം മുന്നോട്ട് പോയതെങ്കിൽ K മുരളീധരൻ തന്നെ നേരിട്ടിറങ്ങി UDF-ന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അപ്പുറയാണെങ്കിൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യം പരിശോധിച്ചാൽ NDA രാജീവ് ചന്ദ്രശേഖരനെ തന്നെ നേരിട്ടിറക്കി. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികൾ നടന്നു. R ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനോട് ചേർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. മേയർ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ച് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ UDF മുന്നോട്ടിറങ്ങി. 4 ഏരിയ സെക്രട്ടറിമാരെയാണ് CPM മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ പ്രമുഖരെ എല്ലാം ഒരുപോലെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കുകയാണ് മൂന്ന് മുന്നണികളും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന സമയത്ത്. അതിനാൽ തന്നെ വീറും വാശിയുമുള്ള ഒരു പോരാട്ടം നടക്കുന്നു. 52 സീറ്റുകളാണ് നിലവിൽ ഇടതുപക്ഷത്തിന് ഇവിടെയുള്ളത്. അത് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമൽ നമ്മളിലേക്ക് എത്തിച്ചത്. ഒന്ന് രണ്ടിടത്ത് ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായി പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് അതായത് വെയിലൊന്ന് ആറിയാൽ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തും. അതാണ് പൊതുവെ തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം.